ഈ കണക്ക് ഒരു ജാതി കണക്കായി പോലെ ഇതൊരു രീതിയിൽ ഒക്കുന്നില്ല. ഒരു മോനുണ്ടായി പോയ കാരണം എന്താ എന്തോന്നിത് പറ്റാ? ഇന്നലെ 4 കാലിലെ കയറി വന്ന് ഒന്ന് കുറച്ച് മോര് കൂടി. അതല്ലെന്ന് കണക്കിന്റെ പറ്റാന്ന്. അപ്പൊ പറ്റിക്കലാണ്. എനിക്ക് തന്നേ നീ തരാനുള്ളത് കഴിഞ്ഞ 2 മാസത്തെ കണക്കാ. ഞാനോ? ആ ദേ തന്തി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ പിടിച്ച് ഞാൻ. നീ എന്ത് ചെയ്യും? അല്ല വവ്വാലിട്ട് കൊടുക്കും. ഇതിലും ഭേദം വല്ലേ വവ്വാലിന്റെ തന്താന്ന് പറയണതാ. അച്ഛാ നീ പോയി നിന്റെ തന്ത എന്നെ വിളിക്കടാ. രാവിലെ തന്നെ അച്ഛൻ മോടയാണല്ലോ. നിനക്ക് വേറെ ഒരു സുനാമിയാണ് വന്നിരുന്നെങ്കിൽ ഞാൻ വിളിച്ച അകത്ത് കയറ്റിയിരുത്തിയാണ്. ഇത് നിനക്ക് പരിചയപ്പെടണ കേട്ടാ കൊള്ളാം. എടുത്തു നിന്നെ ഞാൻ. നിങ്ങളല്ലേ അവരുടെ നെഞ്ചത്ത് കയറുന്നത്? നീയൊക്കെയാടാ എന്റെ കുടുംബത്തിന്റെ പേര് കളയണത്. കളയാൻ പറ്റിയ പേര് കണഞ്ഞപ്പറമ്പിൽ ഹൗസ്. ഇനി കളയാനായിട്ട് ബാക്കിയുള്ള 54 വയസ്സ് നോട്ടോട്ടായി കിടക്കുന്ന വവ്വാല്. നിങ്ങൾ എന്തോന്ന് മനുഷ്യ നാട്ടുകാരെടുത്ത് പറഞ്ഞ ചേട്ടനെ കുറിച്ച്? അതിപ്പോ മകൻ പുറത്താണെന്ന്. അതിനിപ്പോ എന്താ? പുറത്തല്ല, അകത്ത് സെൻട്രൽ ജയിലിട്ട് ഉണ്ട കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പെറ്റി കേസിനകത്തായതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അകത്ത് പോയതല്ലോ, അകത്താക്കിയതല്ലേ. പെറ്റി കേസ് ആക്സിഡന്റ് കേസ് ആക്കിയതാരാ? നീ മോനെ അല്ലെങ്കിൽ പുള്ളി പിടിച്ച് തിന്നളയും. പോലീസാണെന്നോ അറസ്റ്റ് സാർ വൈകിട്ട് നാടക ക്യാമ്പിലേക്ക് എത്താൻ പറഞ്ഞു സാർ. ഡയലോഗ് ഇതിലുണ്ട്, തെറ്റാതെ പറയാൻ പറഞ്ഞു സാർ. ആ നോക്കട്ടെ. ഇല്ലെങ്കിൽ പല്ലടിച്ച് താഴെടുന്ന് ആശാൻ പറയാൻ പറഞ്ഞു സാർ. ആ ഞാൻ ഏറ്റ്. എന്നെങ്കിൽ ഞാനങ്ങോട്ട്. ഓക്കെ ഓക്കെ. നാടകക്കാരനാടാ. നമുക്ക് പിന്നെ പോയാലോ? മോനേടാ ഇതാച്ചാ തിരിച്ചു വരുമ്പോ ഒരു പെണ്ണ് കേസിലും കൊണ്ടുവന്നേടാ. നിനക്ക് വണ്ടി എടുത്തേ ഇന്നോട്ട് കൊല നടക്കും. പക്ഷെ ആ കേസ് ആക്കി കിട്ടൂല. അയാളെ ഞാൻ കൊല്ലും. നീ എന്താ പെട്ടെന്ന് వరాൻ പറഞ്ഞേ? ఒక్క సమస్య ఉంది. క్యా హువా? నేను డ్రైవింగ్ చేస్తున్న దారిలో ఒకే గేదె దుక్కింది. నేను త్వరగా బ్రేక్ చేయలేదు, కానీ స్కూటర్ యాక్సిడెంట్ అయింది. నేను బాగానే ఉన్నాను, కానీ వారు నాపై కేసు పెట్టారు. കേസ് പെട്ടാലു? ഡ്രൈവിംഗ് കേസ് ആക്സിഡന്റ്. അയ്യോ മോളെ, കേസ് കൊടുക്കണം. നീ ഇതെന്താ പറയണ? ഇവിടെ ഏതോ പൂത്തിനെ കൊണ്ട് ചാർത്തി കൊടുത്ത് ഇപ്പൊ അവരൊക്കെ ചേർന്ന് ഇവളെ പേര് കേസ് കൊടുത്തിക്ക. ആമാ അതിക്കിപ്പ നാ എന്നെ പൊണ്ണണോ? ఆ గేదె కోసం మీ నాన్నగారు ప్రత్యక్షమవుతున్నాను. നീ എന്താ ചിരിക്കണേ? എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ എന്റെ തന്തപ്പടി ആ പോത്തിന് വേണ്ടി വാദിക്കുന്നേ. ആ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അയാൾക്ക് അയാളെ കഴിവില്ല. ഷുവറല്ലേ? ഇപ്പൊ പോയ അയാൾ വീട്ടിൽ കാണും. ഞാൻ എന്തെങ്കിലും പണി ഒപ്പിക്കാം. നീ പേടിക്കണ്ട, ഇത് നമ്മള് കലക്കും. പോട്ടെ. ചേട്ടാ, ഈ അഡ്വക്കേറ്റ് സാറിന്റെ വീട്? ഇത് തന്നെ. സാറോട് ഇല്ലോ? ഞാൻ ഈ കേസ് ഫയലൊന്നും കൊടുക്കാനായിട്ട്. എന്റെ അച്ഛനാ, ഞാൻ കൊടുക്കാം. അച്ഛനാ? ഡീറ്റെയിൽ എല്ലാം ഉണ്ടല്ലോ. ആ സാർ, ഇതിൽ എഴുതിയിരിക്കുന്നുണ്ട്, വായിച്ചാന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ. ഞാനെന്നാ അങ്ങോട്ട്. എന്താ കേസ്? ഒരു ആക്സിഡന്റ് കേസാ. ഒരു യുവതി ഒരു മനുഷ്യന്റെ മേത്ത് വണ്ടി ഇടിച്ചു കയറ്റി. അത് ഒരു പാവം മിണ്ടാപ്രാണിയുടെ. പ്രാണി? പ്രാണിയല്ല, ഒരു ഊമ ഊമ. ഓഹോ, അപ്പൊ ജയിക്കാനുള്ള പ്ലാനാ. ജയിപ്പിച്ചാൽ കേസ് നാടകം, നാടകം കേസ്.
ഇനി ജയിക്കുന്നൊന്ന് കാണണം. ഞാൻ എന്താ പോത്തൊക്കെ കിട്ടി? അയ്യോ ഞാൻ ജയിച്ചോ? മക്കളെ അച്ഛൻ ജയിച്ചടാ, ജയിച്ച്. എന്താടാ മോനെ? എനിക്ക് ജയിച്ചു വെച്ചാ ആടാ മോനെ, നമുക്കൊരു അപ്പീല് പോയി നോക്കിയാലോ? ജയിച്ച കേസിന് എന്തിനാണ് അപ്പീല്? നീ അവിടെ വേണായിരുന്നു. എന്റെ വാദം കേട്ടിട്ട് ജഡ്ജി വരെ എണീറ്റ് നിന്ന് കൈയടിച്ച്. അമ്മാരി ഡയലോഗല്ലായിരുന്നാ? ആയിരുന്നല്ലേ? ആ ഡയലോഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വൈകിട്ട് നാടകമുള്ളതാ. നീ അങ്ങോട്ട് വരണോട്ടാ. അമ്മൂ